ഹേ ബഡീസ്, അങ്ങനെ ആഫ്റ്റർ എ ലോങ് ടൈം നമ്മുടെ ലാലേട്ടനും മമ്മൂക്കയും ഒരുമിച്ച് ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുകയാണ്. 2008 ഇറങ്ങിയ 2020 ശേഷം അവർ ഇതുപോലെ ഒരു സ്ക്രീൻ ടൈം മേജറായിട്ട് ഷെയർ ചെയ്യുന്നത് ഈ ഇത്രയും നല്ലൊരു ബ്രേക്കിന് ശേഷം ഇത് ആദ്യമായിട്ടാണ്. ഇടയ്ക്ക് കടലിറങ്ങുന്ന ഒരു മാത്തുക്കുട്ടി എന്ന സിനിമയിലൊക്കെ ലാലേട്ടൻ്റെ ഒരു ചെറിയൊരു ക്യാമിയോ റോൾ ഉണ്ടായിരുന്നു. ബട്ട് ഇവർ രണ്ടുപേരും ഒരുമിച്ചിട്ട് തന്നെ ഓൾമോസ്റ്റ് 50-55ഓളം സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് ഒഫീഷ്യലി. അൺഒഫീഷ്യലി എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പഴശ്ശിരാജയ്ക്ക് വോയിസ് ഓവർ കൊടുത്ത ലാലേട്ടനാണ്. അതുപോലെ തന്നെ ഒടിയന് മമ്മൂക്ക കൊടുത്തിട്ടുണ്ട്. അതുപോലെ അങ്ങനെ അഭിനയിച്ചാൽ ഒരു 10-66ഓളം സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് ഒരുമിച്ചിട്ടുണ്ട്. അത്രയും നല്ലൊരു ഗ്രേറ്റ് ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ അത്രയും നല്ല ഗ്രേറ്റ് ബോണ്ട് ഇവർക്കിടയിൽ എന്നും ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഫാൻസുകാർ പരസ്പരം ഇത് തമ്മിൽ തല്ലുന്നുണ്ടെങ്കിലും അവർ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ്, ഒരു ബോണ്ട് അത് എന്നും നിങ്ങൾക്ക് ഓൺ സ്ക്രീനിലും ഓഫ് സ്ക്രീനിലും ഭയങ്കരമായിട്ട് വിസിബിൾ ആണ്. ഓക്കെ, അങ്ങനെ നമ്മൾ ലാലേട്ടൻ മമ്മൂക്കി ഒരുമിച്ച് സ്ക്രീനിൽ കാണുക എന്ന് പറയുന്നത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഹാപ്പി ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പോയി കണ്ടതിൽ എനിക്ക് സിനിമ കണ്ടതിൽ നഷ്ടമോ സങ്കടമോ തോന്നിയിട്ടില്ല. ഓക്കെ, പിന്നെ തമ്മിൽ തല്ലുന്ന ഫാൻസ് അവർ പോയിട്ട് വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് അങ്ങനെ ഫാൻസിന് വേണ്ടി എടുത്തൊരു സിനിമയേ അല്ല. ഓക്കെ, ഫസ്റ്റ് റിയലൈസ് ദാറ്റ് ഇത് മോളിവുഡ് ആണ്. ഇവിടെ എടുക്കുന്ന സിനിമകളൊക്കെ ഫാൻ ബോയ് സംഭവങ്ങൾ മാത്രമായിരിക്കത്തില്ല. അതുകൊണ്ട് ലാലേട്ടനും മമ്മൂക്കും ഒരുമിച്ചത് ഫാൻ ബോയ് സംഭവത്തിന് വേണ്ടി മാത്രമാണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. സിനിമ എന്ന് പറയുന്നത് സ്റ്റോറി ഒരു സൈബർ ക്രൈം മൂവിയാണ്. ഓക്കെ, നമ്മൾ പലതരം സൈബർ ക്രൈം മൂവി കണ്ടിട്ടുണ്ട്. എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരുപാട് സിനിമകൾ ലൈക്ക് ഇരുമ്പുത്തറ ആയിക്കോട്ടെ, ഹിറ്റ് കേസ് 3 ആയിക്കോട്ടെ, ഇതൊക്കെ നല്ലോണം സൈബർ ക്രൈമിന്റെ ഒരു എക്സ്ട്രീം വേർഷൻസ് പറയുന്ന ഒരു പടങ്ങളാണ് അതൊക്കെ. ഓക്കെ, അത് വെച്ച് നോക്കുമ്പോൾ അതിന്റെ ഒരു പുതിയ ആരും പറയാത്ത ഒരു സ്റ്റോറി എന്ന് വെച്ചാൽ പൊളിറ്റീഷ്യൻസിന്റെ ഭാഗത്തു നിന്നുള്ള സൈബർ ക്രൈംസ്, അവർ എത്രത്തോളം ജനങ്ങളെ ഹാക്ക് ചെയ്യുന്നുണ്ട്, അവർ എത്രത്തോളം ജനങ്ങളുടെ പ്രൈവസിയിൽ കയറി ഇടപെടുന്നുണ്ട് എന്ന് പറഞ്ഞു തരുന്ന ഒരു പടമാണിത്. ആ പടത്തിൽ ലാലേട്ടനും മമ്മൂക്കയും ഒരുമിച്ച് അഭിനയിച്ചു എന്നേ ഉള്ളൂ ഈ പടത്തിനെ സംബന്ധിച്ചിടത്തോളം. പിന്നെ നമ്മുടെ ചാക്കോച്ചനുണ്ട്, ഫഹദ് ഫാസിലുണ്ട്, ഇവർക്കൊക്കെ അവിടെ റോൾസ് ഉണ്ടായിരുന്നു, നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. നയൻതാര ഉണ്ട്. നയൻതാരയ്ക്ക് വളരെ വളരെ ചെറിയൊരു റോളേ ഉള്ളൂ. വളരെ ചെറിയൊരു ക്യാമിയോ റോൾ പോലത്തെ റോളാണ് നയൻതാരയ്ക്കൊക്കെ. ഓക്കെ, പക്ഷെ എന്നാലും കുഴപ്പമില്ലായിരുന്നു, കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ പടം എവിടെ അങ്ങനെ ബോറ്, ലാഗ്, ക്ലീഷ ഒന്നും തന്നെയില്ല. ഭയങ്കര അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെയാണ് പോകുന്നത്. കണ്ടിരിക്കാനൊക്കെ നല്ല രസമായിരുന്നു. പിന്നെ സ്റ്റോറി ലൈക്ക് ഒരു ഫ്രഷ് സ്റ്റോറിയാണ്. പിന്നെ ഗ്രേഡിങ് നല്ല രസം ഉണ്ടായിരുന്നു. പിന്നെ ഫ്രെയിംസ് ഒക്കെ അത്യാവശ്യം നല്ല രസമായിട്ട് തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് പടത്തിന്റെ ഒരു നല്ല കാര്യം. പോസിറ്റീവ് പോയിന്റ്സ് എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. പിന്നെ ലൈക്ക് യു സെഡ്, ആസ് എ ലാലേട്ടൻ ഫാൻ റോൾ, ക്യാമിയോ റോളിലായിക്കോട്ടെ, നമ്മുടെ ലാലേട്ടന്റെ റോള് ആസ് എ ലാലേട്ടൻ ഫാൻ അങ്ങയുടെ ക്യാമിയോ റോളിൽ ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. യെസ്, ഇത് മമ്മൂക്കാന്റെ പടമാണ്. ലാലേട്ട ഒരു ചെറിയ ക്യാമിയോ റോൾ പോലത്തെ റോളാണ്. ക്യാമിയോ അല്ല, ക്യാമിയോനേക്കാളും കുറച്ച് കൂടുതൽ സെക്കൻഡ് ഹാഫിൽ അത്യാവശ്യം നല്ലോണം സ്ക്രീൻ ടൈം മൂപ്പർ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ക്യാമിയോ റോൾ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് സിനിമയ്ക്കകത്ത്. ഓക്കെ, ആസ് എ ലാലേട്ടൻ ഫാൻ ഞാൻ അതിൽ അത്രത്തോളം സാറ്റിസ്ഫൈഡ് അല്ല. കാരണം റോൾ അത്രത്തോളം ഗംഭീരമായിരുന്നു. അത് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ മമ്മൂക്കയുടെ പടം ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം, ഇത് ലാലേട്ടൻ മമ്മൂക്ക പടമല്ല, അത് സ്റ്റോറിക്ക് വേണ്ടി രണ്ടിനെ അഭിനയിച്ച കഥയാകൊണ്ട് തന്നെ അങ്ങനെ പ്രത്യേകിച്ച് വല്ല ഹൈയോ ലോ ഒന്നും പറയാനില്ല. അവർ രണ്ടുപേർക്കും അങ്ങനെ ഗ്രേറ്റ് ഇൻട്രോ ഉണ്ട്, അല്ലെങ്കിൽ ഗ്രേറ്റ് ഫൈറ്റ് സീൻസ് ഉണ്ട് എന്നൊന്നും പറഞ്ഞിട്ടില്ല. ബട്ട് ഡയറക്ടറിനെ അറിയാം ലാലേട്ടനും മമ്മൂക്ക ഒരുമിച്ച് സ്ക്രീനിൽ വന്നാലുണ്ടാകുന്ന സംഭവം. അതിനനുസരിച്ച് ഒന്ന് രണ്ട് സീൻസ് ഉണ്ടാക്കിയിട്ടുണ്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ. അത് തന്നെ ഫാൻസ് നല്ലോണം എൻജോയ് ചെയ്തിട്ടുമുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ലാലേട്ടനും മമ്മൂക്കനെ വെച്ച് പടം ചെയ്യുമ്പോൾ ബേസിക്കലി മിക്കവാറും ഒരു ഫാൻ ബോയ് സംഭവം മാക്സിമം ചെയ്യാൻ നോക്കുക. കാരണം ഫാൻസ് എക്സ്പെക്ട് ചെയ്യുന്നു അതാണ്. ഓക്കെ, ലൈക്ക് സെഡ് ഇങ്ങനത്തെ ഒരു സിനിമയിൽ തന്നെ ലാലേട്ടനും മമ്മൂക്കാന്റെ ഇൻട്രോ ആയിക്കോട്ടെ, അവർ ഒരുമിച്ച് സ്ക്രീനിൽ കാണുമ്പോൾ ഫാൻസിന്റെ ഒരു ആരവം കാണാൻ നല്ല രസമാണ്. അപ്പം അതൊക്കെ ഒരു പക്ക ഫാൻ ബോയ് സംഭവം വന്നാൽ എന്തുമാത്രം ഫാൻസ് ഏറ്റെടുത്ത് ഹിറ്റാക്കുന്നുള്ളത് നിങ്ങൾ റിയലൈസ് ചെയ്യുക. ഓക്കെ, പിന്നെ കമ്മിങ് ടു ദ പോയിന്റ്, സൈബർ ക്രൈം മൂവിയാണ്. ബട്ട് ഈവൻ ദോ അങ്ങനെ ഒരു നമുക്ക് ഒട്ടും അറിയാത്തൊരു കാര്യങ്ങളോ അല്ലെങ്കിൽ ഓവർ ജനങ്ങളിലേക്ക് ഇറങ്ങിപ്പോയി എ ടു സെഡ് പ്രോബ്ലംസ് ഒന്നും പറഞ്ഞു തരുന്നില്ല. സം പെർട്ടിക്കുലർ ജനറീസ് മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, അത് വെച്ചിട്ട് ബാക്കി നമ്മുടെ ലൈഫായിട്ട് ഉപമിക്കുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അല്ലാതെ ബാക്കി സിനിമകൾ പോലെ എത്രത്തോളം എ ടു സെഡ് ജനങ്ങൾ അഫക്റ്റഡ് ആണെന്ന് പറയുന്നില്ല. അത് ജസ്റ്റ് കുട്ടികൾ മാത്രം അഫക്റ്റഡ് ആവുന്നുള്ളത്. പിന്നെ അതുപോലത്തെ സിനിമകള് ജനങ്ങൾക്ക് റീച്ച് ആവണമെങ്കിൽ വലിയ വലിയ സ്റ്റാർസ് തന്നെ അഭിനയിക്കണം. അതുകൊണ്ടായിരിക്കാം ഇവരൊക്കെ ഈ സിനിമ ലാലേട്ടനും മമ്മൂക്കാനെയും ചാക്കോച്ചനെയും ഫാസിലിനെയും എടുത്ത് സിനിമ ചെയ്തത്. ജനങ്ങൾക്ക് ഈ കാര്യം എത്തിക്കുക എന്നുള്ളതിനുപരി വേറെ ഒന്നും ഈ പടത്തിനകത്ത് ഹൈ ആയിട്ട് പറയുന്നില്ല. വൺ ടൈം വാച്ചബിൾ ആണ്, തിയേറ്റർ വാച്ചബിൾ ആണ്, ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റുന്ന സിനിമയാണ്. ഫാമിലി വാച്ചിങ് ആണെങ്കിൽ വളരെ രസമായിരിക്കും. അല്ലാതെ ഫ്രണ്ട്സ് ആൻഡ് ഫാൻസ് ഒക്കെ ആയിട്ട് പോയി കാണണമെങ്കിൽ വലിയൊരു മജ അല്ലെങ്കിൽ വലിയൊരു എൻജോയ് പടത്തിനകത്ത് ഉണ്ടാകാൻ ഞാൻ ഒരിക്കലും പറയത്തില്ല. ഓക്കെ, ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റുന്ന സിനിമയാണ്, ഫാമിലി മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഫഹദ് ഫാസിൽ കുഞ്ചാക്കോ ബോബനെ പറ്റി കാര്യമായിട്ട് പറയണമെന്നില്ല.
കുഴപ്പമില്ലാത്ത റോളാണ്, അല്ലാതെ അവർക്ക് അതിന്റെ റോൾ ഗംഭീരമാണ്, ഹൈ ആണ്, ഓക്കെ ആണെന്നൊന്നും പറയാനില്ല. ട്രെയിലർ കണ്ടവർക്ക് മനസ്സിലാവും ഫഹദ് ഫാസിലിന്റെ നെഗറ്റീവ് ഷെയ്ഡ് ഉള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ യെസ്, ഫഹദ് ഫാസിലാണ് ഇതിനകത്ത് മേലെ നെഗറ്റീവ് ഷെയ്ഡ് ഉള്ളത്. ഈവൻ ദോ അങ്ങനെ ഹൈ നെഗറ്റീവ് തഗ് റോളൊന്നും അല്ല മൂപ്പരും. ഈവിൾ ഡെവിൾ വില്ലൻ എന്ന് പറയാനായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. റോൾ പഞ്ച് നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ ലാലേട്ടനും മമ്മൂക്കും ഒരുമിച്ചിട്ടുള്ള ഒരു കാർ ചേസ് സീൻസ് ഒക്കെ ഉണ്ടാകാൻ വളരെ നന്നായിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി കാണാവുന്ന, അത് നഷ്ടമാണെന്ന് ഒരിക്കലും ഞാൻ പറയത്തില്ല. ബട്ട് ലൈക്ക് ഐ സെഡ്, നിങ്ങൾ ഓവർ എക്സ്പെക്ടേഷൻ ഹൈ മൊമെന്റ്സ് ഒന്നും എക്സ്പെക്ട് ചെയ്ത് പോയത്. ലാലേട്ടനെ കാണുമ്പോൾ സിനിമയുടെ ടൈറ്റിൽ ഇത് കാണിക്കുമ്പോഴും മമ്മൂക്കരെ കാണിക്കുമ്പോഴൊക്കെ വീഡിയോ എടുക്കാം സ്റ്റാറ്റസ് ഇടാന്ന് വെച്ച് നിൽക്കുകയാണെങ്കിൽ അങ്ങനെ ഒന്നുള്ളൊരു സംഭവം പറഞ്ഞു തരികയാണെങ്കില്ല. പോയിക്കൊണ്ടിരിക്കുമ്പോൾ ടപ്പ് 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 എന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരെയും കാണിക്കുന്നത്. ലാലേട്ടനായിക്കോട്ടെ മമ്മൂട്ടി ആയിക്കോട്ടെ സിനിമയുടെ പേര് എഴുതി കാണിക്കുന്നത് എല്ലാം. ഓക്കെ, ഇന്റർവെൽ പഞ്ചാണ് എനിക്ക് ബേസിക്കലി നമ്മൾ ഇന്റർവെല്ലിൽ ഓക്കെ ഹൈ ആവും എന്ന് വിചാരിക്കും. സെക്കൻഡ് ഹാഫും കുഴപ്പമില്ലായിരുന്നു. ആഫ്റ്റർ ലാലേട്ടൻ കമ്മിങ് ആൻഡ് ലാലേട്ടന്റെ ഒരു റോൾ ആയിക്കോട്ടെ അത്യാവശ്യം നല്ല റോൾ ആയിരുന്നു. അത്രയൊക്കെ ഉള്ളൂ, അല്ലാതെ സിനിമയെ പറ്റി വേറെ പ്രത്യേകിച്ച് പറയാനായിട്ടൊന്നും ഒന്നുമില്ല. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോയി കാണാം. ഞാൻ അങ്ങനെ തിയേറ്ററിൽ പോയി കാണൂ എന്ന് പറഞ്ഞ് ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നില്ല. പറ്റുമെങ്കിൽ പോയി കാണുക, നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, വൺ ടൈം വാച്ചബിൾ ആണ്. ഓക്കെ, തിയേറ്ററിൽ തന്നെ പോയി കാണാൻ പറ്റുന്ന സിനിമകളൊക്കെ തന്നെയാണ്. ബട്ട് ചൂസ് വൈസ്ലി. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യുക. ഓക്കെ, നത്തിങ് എൽസ്. ഓക്കെ ഗൈസ്, അപ്പോൾ അടുത്ത സിനിമയുടെ റിവ്യൂ പറയുന്നതായിരിക്കും. ബൈ.